അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ താത്താടെ മോളുടെ കുട്ടിയുടെ കല്യാണം പറയാൻ വന്നതാട്ടോ. ചുരിദാർ ഇട്ടിട്ടില്ലേ, അവളുടെ മോളുടെ കല്യാണമാണ്. പഴയന്നൂര് താത്താടെ മോളാട്ടോ. ആ റോട്ടിൽ നിൽക്കുന്നത്, റോസ് ഷാൾ ഇട്ടിട്ട് നിൽക്കുന്നത് എൻ്റെ താത്തയാണ്. ഏറ്റവും മൂത്ത താത്താട്ടാ. ഒരുപാട് വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും മൂത്ത താത്തയാണ്. അപ്പോൾ അവരിതാ വന്നിട്ട് കല്യാണം പറയാൻ വന്നിട്ട് ബീച്ചിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ അങ്ങനെ പോയി. നോക്കിട്ടോ പേടിയാ, ഞാൻ വീഡിയോയില് കണ്ടോളാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലിട്ട തൊട്ട് വീട്ടിൽ തന്നെ ഒരു മലമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ ഉമ്മറത്ത് കൂടി ഇങ്ങനെ ഇഴഞ്ഞു പോയിരുന്നു അത്രേ. അപ്പോൾ പട്ടി കുരക്കിനെ കണ്ടിട്ട് നോക്കിയതാന്നാണ് പറഞ്ഞത്. നോക്കിയപ്പോൾ പാമ്പായിരുന്നു കേട്ടോ. വണ്ട സാധനം 50 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുവിനും കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കുന്നു കേട്ടോ ഇന്നലെ. ഞാൻ പറഞ്ഞില്ലേ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് തൈറോയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടും വാങ്ങി ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ വണ്ടി വഴിയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഇവരുടെ കൂടെ കാണാൻ പോയിട്ടാണ്. തൊട്ടടുത്തുള്ളവരൊക്കെ കാണാൻ പോകണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഞാനും അങ്ങോട്ട് കയറിയതാണ് കാണാൻ വേണ്ടി പോയത്. എൻ്റെ പൊന്നെ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പാമ്പിനെ നേരിൽ കാണുന്നത്. ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ശരിക്കും പോലെ ഇങ്ങനെ നേരിൽ ഞാൻ കണ്ടിട്ടിലേക്ക് കാണാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നാ പറയുക, മേലൊക്കെ എന്തൊക്കെ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒരു മെഴുക്ക് പോലെയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു. അപ്പോൾ കുട്ടികളതിനൊക്കെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. എടുക്കാൻ തന്നത് ഇത് കാണാണ്ട. അമീർ, അതുൽ, റഫാത്ത്, അക്ഷയ്, ഇതാണ് കുഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത്. കുഞ്ഞുവിൻ്റെ വാഴാനീത്തെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. അപ്പോൾ അവൻ എത്രത്തോളം അവരെന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഇന്നലെ പാമ്പിനെ കണ്ട ഒരു ഇതിൽ ഞാനിന്ന് വീട് മൊത്തം അടിച്ച് വൃത്തിയാക്കട്ടെ. എനിക്ക് പേടിയാവുക, ഇനി ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് തോന്നുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഇന്ന് രാവിലെ എണീച്ചിട്ട് മാറാലടിക്കാനും ഒക്കെ വൃത്തിയാക്കാനും കട്ടിൻ്റെ അടിയിലത്തെ സംഭവമൊക്കെ എടുത്ത് മാറ്റാനും ഒക്കെ നോക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ട്. അപ്പോൾ ഗ്ലാസ് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. ആ ഗ്ലാസ് എടുത്ത് മാറ്റിയപ്പോഴാണ് ഞാനിത് കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സുകളുടെ പേര് എഴുതി വെച്ചാൽ വാഴാനീത്ത കേട്ടോ. അപ്പോൾ അവന് എത്രത്തോളം അവരെന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും. മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അറിയില്ലല്ലോ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ അവിടുന്ന് പോരും എന്നുള്ളതൊന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവൻ്റെ നമ്മുടെ മനസ്സിലുള്ളതാണ് നമ്മളിങ്ങനെ എഴുതുക അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേരും അതുപോലെ അവരെന്നെ ഓർക്കുമ്പോഴൊക്കെയാണ് നമ്മളത് ചുമരിൻ്റെ മുകളിലും ബുക്കിൻ്റെ ഇടയിലും നമ്മൾ അങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ കുഞ്ഞുവിൻ്റെ മനസ്സിൽ എത്രത്തോളം അവരുണ്ട് എന്നുള്ളത് എനിക്ക് അതെന്നാട്ടോ മനസ്സിലായത്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, മാറാലടിക്കണതൊക്കെ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പം ഞാനൊന്ന് വെറുതെ ഒന്ന് വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ പിടിച്ചതാട്ടോ. അങ്ങനെ അപ്പോൾ ഇഷമോളുടെ ടീച്ചറുടെ കാര്യമൊക്കെ പറയുന്നു. വാഴാനീത്തെ ടീച്ചറുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എനിക്കും അവൾക്കും ഇഷ്ടം. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ അവളെ കണ്ണൊരെണ്ണം വീർത്തിട്ടാണ് ഇരിക്കുന്നത്. ആകെ എന്തോ മുഖമൊക്കെ ഭയങ്കര ക്ഷീണമായിട്ടിരിക്കും. ഈ കാറ്റുകാലമായ കാരണം കൊണ്ട് മോന്തൊക്കെ എല്ലാവരുടെയും ചുങ്ങിയിട്ടായിരിക്കണത്. ഇപ്പോൾ ഭയങ്കര കാറ്റാട്ടോ അവിടെ. ഇവിടെ പിന്നെ നിറയെ മരങ്ങളായ കാരണം കാറ്റും പൊടിയും കരടും ഒന്നും പറയണ്ട. ആകെ എന്തെന്നാ പറയുക, പിച്ചക്കാരൻ ലെവലായിട്ടപ്പം ഇരിക്കുന്നത് എല്ലാവരും. ആകെ പൊടി അടിച്ചിട്ട് പിള്ളേരൊക്കെ ആകെ ചുഞ്ഞോണ്ടയക്കണം. ആകെ പൊടിയാണ്, പൊടിയിൽ കിടന്ന് ഉരുണ്ടിട്ട്. അപ്പോൾ പിന്നെ ഓട് വീടും അല്ലേ, കാറ്റങ്ങോട്ട് അടിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള പുളിയുടെ ഇലയൊക്കെ അകത്തേക്ക് വീഴും, പൊടിയും വരും. ആകെ പൊടിയുടെ കളിയാട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആകെ ഒന്ന് കൊട്ടി വിരിക്കാനും കട്ടിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചു വരാനും, പിന്നെ കുറച്ച് ദിവസം സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ, അതിൻ്റെ പണികളൊക്കെ പിന്നെ കട്ടിൻ്റെ അടിയിലൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കാനും ഒക്കെ ഞാൻ നിന്നു കേട്ടോ. ഇന്നലെ പാമ്പിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുക, ഇനി അതിൻ്റെ തുണ എങ്ങാനും ഇവിടേക്ക് വരുമോ, കണ്ട കാരണം കേട്ടോ അങ്ങനെയൊക്കെ പേടിക്കണത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ വൃത്തിയാക്കലായിരുന്നു. പെരയുടെ ചുറ്റോറും കട്ടിൻ്റെ അടിയിലും തുണികളുടെ ഇടയിലും ഒക്കെ വലിച്ചിട്ട് നോക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് പണി. ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇന്നലെ അതിനെ വന്ന് കണ്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ പേടി തോന്നിയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി വന്നതൊക്കെ മറന്നു പാമ്പിനെ കണ്ടപ്പോൾ. അപ്പോൾ അതിൻ്റേതായ ലെവലിൽ ഇന്ന് ഭയങ്കര വൃത്തിയാക്കലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എൻ്റെ പണി. പിന്നെ ഇന്ന് ഞാൻ അലക്കിയതൊക്കെ കല്ലുമ്മലായിരുന്നു.
അത് കാരണം പിന്നെ പണികളൊക്കെ കഴിയാൻ കുറച്ച് നേരം വൈകി. മാറാലടിക്കാനും അതിനും ഇതിനൊക്കെ നിന്നാൽ തന്നെ നേരം വൈകും. പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരേനെ ആച്ചൂട്ടൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുഞ്ഞ് പിന്നെ രാവിലെ പോയിട്ടോ, കുഞ്ഞിനെ രാവിലെ കൊണ്ടാക്കി കൊടുത്തു. ഇനി ആച്ചൂട്ടൻ്റെ വണ്ടി ഇപ്പോൾ വരും. ആച്ചൂട്ടൻ വണ്ടിയിൽ അങ്ങനെ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇശമോളേനെയും കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ. ഇശമോളേനെ ടീച്ചറുടെ വീട്ടിലേക്ക് ആക്കി കൊടുത്തു. എന്നിട്ടാണ് തുടയ്ക്കാൻ നിന്നത്. നല്ല പൊടിയാട്ടോ. തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അകമൊക്കെ തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ മണ്ണിൻ്റെ മണം, മണ്ണിങ്ങനെ നനഞ്ഞു കഴിഞ്ഞൊരു മണം ഉണ്ടാവില്ലേ, ആ മണം നമുക്ക് അകമൊക്കെ തുടയ്ക്കുമ്പോൾ. അപ്പോൾ അത്രയും പൊടിയുണ്ട് എന്നാണ് പറയണത്. ഞാനൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യം എന്നറിയോ തുടയ്ക്കുക. എൻ്റെ മോപ്പിൻ്റെ നൂലൊക്കെ പോയിട്ട് ആകെ 4 നൂലുള്ളൂ. തുടച്ചിട്ട് അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ എപ്പോഴും മോപ്പ് നനച്ച് ഞാൻ വെക്കും. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും തുടയ്ക്കും. അല്ലെങ്കിൽ എന്തോ അകത്ത് കൂടെ നടക്കുമ്പോൾ നമുക്ക് മുറ്റത്ത് കൂടെ നടക്കണ ഒരു ഫീലാണ് അത് തുടച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ എപ്പോഴും തുറന്നിട്ട് ഇങ്ങനെ നനച്ച് വെക്കണ കാരണം എപ്പോഴും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. എനിക്കല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, നടക്കുമ്പോൾ എന്തോ പോലെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ പിന്നെ ഉമ്മറും തുടക്കലൊന്നും മാത്രമേ കേട്ടോ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അകമൊക്കെ തുടയ്ക്കുന്നത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വെളിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കോലായ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മുടെ ഉമ്മറത്തെ റൂമിൽ തന്നെ കുറച്ച് പൂച്ചക്കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, പൂച്ചക്കുട്ടി ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ തിരുമ്പാനായിട്ട് നിന്നു കേട്ടോ. തിരുമ്പാൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സോപ്പും പൊടിയിൽ രാവിലെ തന്നെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കല്ലിൽ അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം നമ്മളത് അവിടെ തന്നെ പിടിച്ചിരിക്കണ കാരണം പിന്നെ വെള്ളം അവിടുന്ന് ഇവിടുന്ന് ഏറ്റി കൊണ്ടിരുന്നു വേണ്ടില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ തിരുമ്പാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ പൊടിയിലും മണ്ണിലൊക്കെ കളിക്കണ കാരണം ഡ്രസ്സിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാവണില്ല. അപ്പോൾ ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് കല്ലുമ്മ അലക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്ലുമ്മ അലക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഡോക്ടറെ കണ്ടിട്ടുള്ള വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് കുറഞ്ഞേക്കാണ്. ഞാൻ 88ൻ്റെ ഗുളിക കഴിച്ചിരുന്നത്. അപ്പോൾ കുറഞ്ഞു, തൈറോയ്ഡ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞിട്ടും നമ്മൾ കൂടിയതിൻ്റെ ഗുളിക തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളായിരുന്നു തോന്നുന്നുണ്ട്. ഭയങ്കര ക്ഷീണവും തളർച്ചയും പിന്നെ പ്രഷർ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് 2 ദിവസം തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചു, മരുന്നൊക്കെ തന്നു. അപ്പോൾ ഇന്ന് മുതൽ തൈറോയിഡിൻ്റെ 75ൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഡോക്ടർ. ഡോക്ടറിനെ ഒന്ന് മാറ്റി കണ്ടു കേട്ടോ. കുറേ ദിവസമായി നമ്മൾ ചന്ദ്രൻ ഡോക്ടറിനായിട്ടാണ് കാണാറ്. ഇന്നലെ ഞാൻ എല്ലാ ലിസ്റ്റും കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടുത്തെ ഷാനവാസ് ഡോക്ടറിനെ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് മാറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെയൊക്കെ എന്താ 2 ആഴ്ച കൂടുമ്പോൾ തൈറോയ്ഡ് ടെസ്റ്റൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാൽ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് മാറ്റി, വേറെ ഡോക്ടറിനെ ആക്കി കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് മുതൽ മറ്റേ സാധാ ഗുളിക നമ്മുടെ തൈറോയിഡിൻ്റെ അളവിന് എത്രയാണോ കഴിക്കേണ്ടതെന്ന് ഡോക്ടർമാർക്ക് അറിയാമല്ലോ. അവർ തന്ന അനുസരിച്ചിട്ടാണ് ഇന്ന് മുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ വന്ന വശം തന്നെ 2 വേറെ ഗുളികയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ എത്ര വയ്യാന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. എത്ര വയ്യാന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലത്തെ പണികൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് കുത്തി പൊട്ടിക്കുക, ഓൾ അമർത്തട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. കുട്ടികളെ സ്കൂളിലേക്ക് പോകണം. 2 ആളെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2 ആളെ സ്കൂളിലേക്കും പോകണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. കുഞ്ഞുവിൻ്റെ ക്ലാസ്സും കുഞ്ഞുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടീച്ചറിനൊക്കെ കാണിച്ചു തരാം.